രാത്രി 10 മണി കഴിഞ്ഞാണ് ടൗണിൽ നിന്നും രാജുവിൻ്റെ കാർ തിരികെ മുറ്റത്തേക്ക് വന്നത്. വണ്ടി നിന്നു എന്നുറപ്പായതും ഹാളിൽ ഉറക്കം തൂങ്ങിയിരുന്ന ഭാരതിയമ്മ വേഗം എഴുന്നേറ്റ് ചെന്ന് മുൻവാതിൽ തുറന്നു. "എന്താ മക്കളെ ഇത്രയും വൈകിയത്? ഞാൻ കരുതി ഇന്ന് വരില്ലെന്ന്." ഭാരതിയമ്മ മരുമകളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവരുടെ സംസാരം കേട്ടാണ് പ്രിയ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നത്. ഉച്ചയ്ക്ക് ഭാരതിയമ്മ ഏൽപ്പിച്ച പണികളെല്ലാം അവൾ കൃത്യമായി ചെയ്തു തീർത്തിരുന്നു. "ആ പ്രിയേ, അവർക്ക് കഴിക്കാനെടുത്തു വെക്ക്, വിശന്നിട്ടുണ്ടാവും." ഭാരതിയമ്മ ഒരു അജ്ഞാപന സ്വരത്തിൽ പറഞ്ഞു. പ്രിയ ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിലേക്ക് ആഹാരം എടുത്തു വെക്കാൻ തുടങ്ങി. രാജീവും സുരഭിയും കൈ കഴുകി വന്നിരുന്നു. സുരഭിയുടെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന വിഭവങ്ങളിലേക്ക് നീണ്ടു. "ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കൊള്ളാം. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു." സുരഭി പ്ലേറ്റിലേക്ക് ചിക്കൻ കറി കോരിയൊഴിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഒരു കഷ്ണമെടുത്ത് വായിൽ വെച്ചതും അവളുടെ മുഖം മാറി. "ഛേ, ഇതെന്താ, ഇതിൽ ഉപ്പും എരിവും ഒട്ടുമില്ലല്ലോ. രാജുവേട്ടാ, ഇത് നോക്കിക്കേ, ഒട്ടും ടേസ്റ്റ് ഇല്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും ചിക്കൻ ഇങ്ങനെ ഫ്ലേവർ ഇല്ലാതെ ഉണ്ടാക്കാറില്ല." സുരഭി പ്ലേറ്റിലേക്ക് സ്പൂൺ എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. രാജീവ് ഉടനെ ഒരു കഷ്ണമെടുത്ത് കഴിച്ചു നോക്കി. കറിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും സുരഭിയുടെ മുൻപിൽ പ്രിയയെ കുറ്റപ്പെടുത്താനാണ് അവൻ ആഗ്രഹിച്ചത്. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അടുക്കള വാതിൽക്കൽ നിന്ന പ്രിയയുടെ നേർക്ക് തിരിഞ്ഞു. "നിനക്കിപ്പോൾ എന്താ പറ്റിയത് പ്രിയേ? ഒരു കറി പോലും മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? അതോ മനഃപൂർവ്വം സുരഭിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ..." രാജീവ് ഭീഷണിയുടെ സ്വരത്തിൽ അലറി. പ്രിയയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് പോലെ തന്നെയാണ്." "മതി, നിന്റെ മറുപടി ഇനി എനിക്ക് കേൾക്കണ്ട." രാജീവ് അവളെ തടഞ്ഞു. എന്നിട്ട് സുരഭിയുടെ അരികിലേക്ക് ചെന്ന് ആശ്വസിപ്പിച്ചു. "സാരമില്ല സുരഭി, നീ വിഷമിക്കേണ്ട. നാളെ മുതൽ നിനക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ നീ തന്നെ ഉണ്ടാക്കിക്കോ. ഇവൾ നിനക്ക് പച്ചക്കറി നുറുക്കാനും പാത്രം കഴുകാനും കൂടെ നിന്നാൽ മതി." ഭക്ഷണം കഴിഞ്ഞ് രാജീവും സുരഭിയും ഭാരതിയമ്മയും മുകളിലത്തെ മുറിയിലേക്ക് പോയി. ഹാളിൽ ബാക്കിയായ എച്ചിൽ പാത്രങ്ങളും ചിക്കൻ കറിയും നോക്കി പ്രിയ നിന്നു. തൻ്റെ പാചകത്തെയും അധ്വാനത്തെയും ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന രാജീവാണ് ഇന്ന് തന്നെ ഒരു വേലക്കാരിയേക്കാൾ മോശമായി അപമാനിച്ചിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ പ്രിയ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സുരഭി അങ്ങോട്ട് കയറി വന്നു. അവളുടെ കയ്യിൽ കുറച്ച് ലിക്വിഡും സ്ക്രബ്ബറും ഉണ്ടായിരുന്നു. "പ്രിയേ, മുകളിലത്തെ ഞങ്ങളുടെ ബാത്റൂമും ടൈൽസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എനിക്ക് ആ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, അലർജിയാണ്. നീ ഇന്ന് തന്നെ അത് ചെയ്ത് തീർക്കണം." തികച്ചും ഒരു വേലക്കാരിയോട് എന്ന വണ്ണമായിരുന്നു സുരഭിയുടെ സംസാരം. പ്രിയ ഒന്നും മറുപടി പറയാതെ ബക്കറ്റും കഴുകാനുള്ള സാധനങ്ങളുമായി മുകളിലേക്ക് നടന്നു. ആ പടികൾ കയറുമ്പോൾ അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ താൻ ജീവിച്ച മുറിയുടെ ബാത്റൂം കഴുകാൻ ഇന്ന് താൻ ഒരു ദാസിയെപ്പോലെ പോകേണ്ടി വന്നിരിക്കുന്നു. അവൾ മുകളിലെ മുറിയിൽ കയറിയപ്പോൾ രാജീവ് ഓഫീസിൽ പോവാൻ റെഡിയാവുകയായിരുന്നു. കണ്ണാടിയുടെ മുൻപിൽ നിന്നും പെർഫ്യൂം അടിക്കുന്ന രാജീവ് ബക്കറ്റുമായി നിൽക്കുന്ന പ്രിയയെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്നു. പ്രിയ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ടൈലുകൾ തേച്ചുരച്ചു കഴുകുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി തറയിലേക്ക് വീണുകൊണ്ടിരുന്നു. ബാത്റൂം കഴുകിക്കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയപ്പോൾ രാജീവ് സുരഭിയോട് യാത്ര പറയുകയായിരുന്നു. "എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സുരഭി." "ശരി രാജീവേട്ടാ, വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരാൻ മറക്കരുതേ." സുരഭി അവൻ്റെ കവിളിൽ പിച്ചിക്കൊണ്ട് കൊഞ്ചി. അവരുടെ ആ പ്രണയപ്രകടനം കണ്ടു നിൽക്കാൻ പ്രിയക്ക് കഴിഞ്ഞില്ല. അവൾ ബക്കറ്റുമായി വേഗം താഴേക്ക് നടന്നു. താഴെ എത്തിയതും ഭാരതിയമ്മ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. "പ്രിയേ, ദാ ഈ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിട്. സുരഭിയുടെ വില കൂടിയ സാരികളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം അലക്കാൻ. ചീത്തയായാൽ രാജീവ് നിന്നെ ഈ വീട്ടിൽ വെച്ചേക്കില്ല." ഭാരതിയമ്മ ഒരു വലിയ തുണി ബാഗ് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. രാത്രിയാകുന്നത് വരെ പ്രിയക്ക് വിശ്രമമില്ലായിരുന്നു. തുണി അലക്കൽ, വീട് തുടയ്ക്കൽ, അടുക്കളപ്പണി, അങ്ങനെ ആ വീട്ടിലെ എല്ലാ കഠിനമായ ജോലികളും അവളുടെ ചുമലിലായി. സുരഭിയും ഭാരതിയമ്മയും ഹാളിൽ ഇരുന്ന് TV കാണുകയും അനാവശ്യമായി പ്രിയയെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പണികളെല്ലാം കഴിഞ്ഞ് പ്രിയ തൻ്റെ ഇരുണ്ട സ്റ്റോർ റൂമിലേക്ക് നടന്നു. കതകടച്ച് അവൾ ആ ചെറിയ പായയിൽ കിടന്നു. ശരീരം അതിശക്തമായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഉള്ളം കൈകളിൽ ജോലികൾ ചെയ്ത് തഴമ്പ് വീണു തുടങ്ങിയിരുന്നു. മുകളിലെ മുറിയിൽ നിന്നും വീണ്ടും രാജീവിൻ്റെയും സുരഭിയുടെയും ചിരിമുഴക്കങ്ങൾ കേൾക്കാം. താൻ ഈ വീട്ടിൽ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്ന സത്യം അവൾക്ക് ബോധ്യമായി. സ്നേഹിച്ച ഭർത്താവും അവനെ വിശ്വസിച്ച് കൂടെ നിന്ന അമ്മായിയമ്മയും ചേർന്ന് തന്നെ വെറുമൊരു മൃഗത്തെപ്പോലെ, കാശില്ലാത്ത വേലക്കാരിയെപ്പോലെ മാറ്റി നിർത്തിയിരിക്കുന്നു. കണ്ണീർ പോലും വറ്റിയ കണ്ണുകളുമായി അവൾ ആ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു.
അവളുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത മുട്ടിടാൻ തുടങ്ങുകയായിരുന്നു. എത്രനാൾ താനിങ്ങനെ ഒരടിമയെപ്പോലെ ജീവിക്കും? തൻ്റെ ഈ നിശബ്ദതയാണോ അവൾക്ക് തന്നോട് ഈ ക്രൂരത ചെയ്യാൻ ധൈര്യം നൽകുന്നത്? ആദ്യമായി പ്രിയയുടെ ഉള്ളിൽ സങ്കടത്തോടൊപ്പം ചെറിയൊരു പ്രതിഷേധത്തിൻ്റെ കനൽ മിന്നി. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ആ വീട്ടിലെ ഓരോ സൂര്യോദയവും പ്രിയയ്ക്ക് നൽകിയത് കൂടുതൽ കഠിനമായ പണികളും ഒടുങ്ങാത്ത അവഹേളനവും മാത്രമായിരുന്നു. സുരഭിയുടെ ആജ്ഞകൾക്കും ഭാരതിയമ്മയുടെ കുറ്റപ്പെടുത്തലുകൾക്കും മുൻപിൽ അവൾ പൂർണ്ണമായും ഒരു യന്ത്രമായി മാറി. എന്നാൽ ആ യന്ത്രത്തിനുള്ളിൽ ആരും കാണാതെ ഒരു കനൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു ബുധനാഴ്ച വൈകുന്നേരം പതിവ് പോലെ രാജീവ് ഓഫീസിൽ നിന്നുമെത്തി ഹാളിൽ ഇരിക്കുകയായിരുന്നു. കൂടെ ഭാരതിയമ്മയും സുരഭിയുമുണ്ട്. അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ചപ്പാത്തി പരത്തുകയായിരുന്നു പ്രിയ. ഹാളിൽ നിന്നുമുള്ള അവരുടെ സംസാരം അടുക്കളയിലേക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അല്ല മോളെ സുരഭി, കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസമാകാറായി. നമുക്ക് അടുത്ത ആഴ്ച ആ നല്ല ജ്യോത്സ്യനെ ചെന്ന് കണ്ടാലോ? നിങ്ങളുടെ ജാതകം ഒന്നുകൂടി കാണിച്ച് ഒരു കുഞ്ഞുണ്ടാകാനുള്ള നല്ലൊരു സമയം നോക്കി വെക്കാം. എൻ്റെ വംശം നിലനിർത്താൻ ഒരു ആൺകുഞ്ഞ് തന്നെ വേണം. ഭാരതിയമ്മ സുരഭിയുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സുരഭി നാണത്തോടെ രാജീവിനെ ഒന്ന് നോക്കി. എന്നിട്ട് ഭാരതിയമ്മയോട് പറഞ്ഞു, അതിനെന്താ അമ്മേ, നമുക്ക് പോകാം. എനിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ സുരഭി ഒന്ന് നിർത്തി. അവളുടെ കണ്ണുകൾ അടുക്കള ഭാഗത്തേക്ക് നീണ്ടു. പക്ഷേ എന്താ മോളെ, നീ എന്തിനാ മടിക്കുന്നത്? ഭാരതിയമ്മ ചോദിച്ചു. അതല്ലമ്മേ, നാളെ ഒരു കുഞ്ഞുണ്ടായാൽ ഈ വീട്ടിൽ അതിനെ നോക്കാനൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. എനിക്കധികം കുട്ടികളെ നോക്കി ശീലമില്ല. പിന്നെ ഈ പ്രിയ ഇവിടെ ഇങ്ങനെ ഒരു ഭാര്യ എന്ന ഭാവത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല. അവൾ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിന് ഈ വീടിൻ്റെ പൂർണ്ണാവകാശം കിട്ടുമോ എന്ന് എനിക്ക് പേടിയാ. സുരഭി വശ്യതയോടെ രാജീവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വിഷമം നടിച്ചു. സുരഭിയുടെ വാക്കുകൾ കേട്ടതും രാജീവിൻ്റെ മുഖം കടുത്തു. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. നീ അതോർത്ത് വിഷമിക്കേണ്ട സുരഭി. ഈ വീടിൻ്റെയും എൻ്റെ സ്വത്തിൻ്റെയും ഒരേ ഒരു അവകാശി നിനക്കുണ്ടാകുന്ന കുഞ്ഞ് മാത്രമായിരിക്കും. ഇവൾക്കിവിടെ യാതൊരു അവകാശവുമില്ല. അവൻ അടുക്കളയിലേക്ക് നടന്നു. പ്രിയ ചപ്പാത്തി പരത്തുന്നതിനിടയിൽ ആ വാക്കുകൾ കേട്ട് മരവിച്ച് നിൽക്കുകയായിരുന്നു. രാജീവ് അടുക്കള വാതിൽക്കൽ വന്ന് കനത്ത ശബ്ദത്തിൽ വിളിച്ചു. പ്രിയേ. പ്രിയ പതിയെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ പഴയതുപോലെ ഭയമോ നിസ്സഹായാവസ്ഥയോ ഇല്ലായിരുന്നു. പകരം ഒരു കല്ലിച്ച ഭാവമായിരുന്നു. നീ കേട്ടല്ലോ സുരഭി പറഞ്ഞത്. നാളെ ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിൻ്റെ ഈ സാന്നിധ്യം അവൾക്കൊരു ബുദ്ധിമുട്ടാകരുത്. നീ ഇവിടെ നിൽക്കുന്നത് ഒരു വേലക്കാരിയായി മാത്രമാണ്. തുണി അലക്കാനും പാത്രം കഴുകാനും സുരഭിയുടെ കുഞ്ഞിനെ നോക്കാനും സമ്മതമാണെങ്കിൽ മാത്രം നീ ഇനി ഇവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ നിനക്ക് ഇറങ്ങിപ്പോകാം. രാജീവ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞു. ഭാരതിയമ്മയും സുരഭിയും ഹാളിലിരുന്ന് അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും രാജീവിൻ്റെ പെരുമാറ്റത്തിൽ പ്രിയക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. സുരഭിയുടെ മുന്നിൽ വെച്ച് പ്രിയയെ ഒരു വേലക്കാരിയെപ്പോലെ പുച്ഛിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന രാജീവ് വീട്ടിൽ മറ്റാരും ഇല്ലാത്തപ്പോഴോ സുരഭി കാണാതിരിക്കുമ്പോഴോ പ്രിയയെ മറ്റൊരു കണ്ണോടെയാണ് നോക്കിയിരുന്നത്. അവൻ്റെ ആ പഴയ മൃഗീയമായ വാശി വീണ്ടും ഉണരുന്നത് പോലെ പ്രിയക്ക് തോന്നി. ഒരു ദിവസം രാവിലെ സുരഭി കുളിക്കാനായി മുകളിലത്തെ മുറിയിലെ ബാത്റൂമിൽ കയറിയ സമയമായിരുന്നു. ഭാരതിയമ്മ വീട്ടുമുറ്റത്ത് ആരുടെയോ ഫോൺ കോൾ വന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അടുക്കളയിൽ പ്രിയ ഒറ്റക്കായിരുന്നു. അവൾ ചായക്കുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാൽപ്പെരുമാറ്റം കേൾപ്പിക്കാതെ രാജീവ് അടുക്കളയിലേക്ക് നടന്നു വന്നത്. അവൻ ചുറ്റുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പ്രിയ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ തൊട്ടു മുൻപിൽ രാജീവ് വന്നു നിന്നിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു വഷളൻ ഭാവമായിരുന്നു. രാജീവേട്ടാ, എന്താ ഇവിടെ, മാറി നിൽക്കൂ. പ്രിയ ഭയത്തോടെ പാത്രങ്ങൾ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് മാറി. നീ എന്താ പ്രിയ ഇപ്പോഴും എന്നോട് ഇങ്ങനെ അകലം പാലിക്കുന്നത്? രാജീവ് ഒരു വഷളൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. സുരഭി എൻ്റെ ഭാര്യയായിരിക്കാം. എനിക്കെൻ്റെ ചോരയിലുള്ള കുഞ്ഞിനെ തരാൻ അവൾക്ക് കഴിഞ്ഞേക്കും. പക്ഷേ നിൻ്റെ ഈ ഭംഗി, അത് മറക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവൾ മുകളിൽ കുളിക്കുകയാണ്, അമ്മ പുറത്തുണ്ട്. നീ ഒന്ന് വിചാരിച്ചാൽ. അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിക്കാനാഞ്ഞു. വിട്, എന്നെ തൊട്ടു പോകരുത്. പ്രിയ സർവ്വശക്തിയുമെടുത്ത് അവൻ്റെ കൈകൾ തട്ടിമാറ്റി. അവളുടെ കണ്ണുകളിൽ കടുത്ത വെറുപ്പും ദേഷ്യവുമായിരുന്നു. ഭാര്യ എന്ന സ്ഥാനം തരാതെ മറ്റൊരുവളെ ഈ വീട്ടിൽ കയറ്റിയിട്ട് എന്നെ ഇപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപഭോഗ വസ്തുവാക്കാൻ നോക്കണ്ട. ഇനിയും നിങ്ങൾ എന്നെ ബലമായി തൊട്ടാൽ ഞാൻ ഉറക്കെ വിളിച്ചു കൂവും. സുരഭിയും അമ്മയും എല്ലാം അറിയും.
പ്രിയയുടെ ആ ദൃഢമായ ശബ്ദവും കണ്ണുകളിലെ തീക്ഷ്ണതയും കണ്ട് രാജീവ് ഒരു നിമിഷം പകച്ചുപോയി. പണ്ടത്തെ പോലെ കരഞ്ഞു നിലവിളിക്കുന്ന പ്രിയ ആയിരുന്നില്ല അവൾ. മുകളിൽ നിന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രാജീവ് പെട്ടെന്ന് പിന്നോട്ട് മാറി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഷർട്ടിൻ്റെ കോളർ ശരിയാക്കി ഹാളിലേക്ക് നടന്നു. പക്ഷെ പ്രിയയുടെ ശരീരം മുഴുവൻ ഭയം കൊണ്ടും അറപ്പുകൊണ്ടും വിറക്കുകയായിരുന്നു. ഈ വീട്ടിൽ ഇനി തനിക്ക് സുരക്ഷിതത്വമില്ലെന്നും വേലക്കാരിയുടെ സ്ഥാനത്തു നിന്ന് താൻ രാജീവിൻ്റെ രഹസ്യ സുഖങ്ങൾക്കുള്ള ഇരയായി മാറാൻ അധിക നാളുകൾ വേണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഈ നരകത്തിൽ ഒരൊറ്റ ദിവസം പോലും ഇനി തുടരാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അന്നു രാത്രി പ്രിയ ഉറങ്ങിയില്ല. അവൾ തൻ്റെ ചെറിയ മുറിയിൽ ഇരുട്ടത്ത് കണ്ണു തുറന്നിരുന്നു. അവളുടെ മനസ്സിൽ ഒരു വലിയ തീരുമാനം ഉറച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ആത്മാഭിമാനവും സ്ത്രീത്വവും പിച്ചു ചീന്താൻ ഇനിയും ഇവിടെ നിൽക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതെനിക്ക് പുറത്ത് വലിയൊരു തണലിലായിരിക്കാം. പക്ഷേ ഈ തടവറയേക്കാൾ ഭേദമാണ് പുറത്തെ ഏത് കഠിനമായ ജീവിതവും. അടുത്ത ദിവസം പുലർച്ചെ സമയം. ആകാശത്ത് വെളിച്ചം വീണു തുടങ്ങിയിരുന്നില്ല. നേരം പുലരാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. രാജിയും സുരഭിയും ഭാരതിയമ്മയും നല്ല ഉറക്കത്തിലായിരുന്നു. വീടാകെ കനത്ത നിശബ്ദതയിൽ ആണ്ടുകിടന്നു. പ്രിയ വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു. അവൾ തൻ്റെ കയ്യിലുള്ള 2 ജോഡി സാധാരണ കോട്ടൺ സാരികൾ ഒരു ചെറിയ ബാഗിലാക്കി എടുത്തു. രാജീവ് വാങ്ങിത്തന്ന ഒരു സാധനം പോലും, ഒരു തരി സ്വർണം പോലും അവൾ തൊട്ടില്ല. അവളുടെ കഴുത്തിൽ അവശേഷിച്ചിരുന്ന അവൾ ജീവനായി കരുതിയിരുന്ന ആ പഴയ താലിമാല അവൾ ഊരിയെടുത്തു. ഉമ്മറത്തെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ രാജീവിൻ്റെ കണ്ണിൽ പെടുന്ന രീതിയിൽ അവൾ അത് വെച്ചു. തനിക്കും അവനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിച്ചുവെന്നതിൻ്റെ അടയാളമായിരുന്നു അത്. അവൾ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കുറ്റി വളരെ പതുക്കെ, ഒരു ചെറിയ ശബ്ദം പോലും വരാത്ത രീതിയിൽ തുറന്നു. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പടിയിറങ്ങുന്നതിനു മുൻപ് പ്രിയ ആ വീടിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. താൻ ഒരുപാട് സ്വപ്നങ്ങളോടെ കയറി വന്ന വീട്, തനിക്ക് കണ്ണീരും വേദനയും അപമാനവും മാത്രം സമ്മാനിച്ച വീട്. അവളുടെ മനസ്സിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ചൊരു വലിയ തടവറയിൽ നിന്നും മോചനം തേടിയതിൻ്റെ ആശ്വാസമായിരുന്നു. അവൾ വേഗത്തിൽ നടന്നു. ആ വീടിൻ്റെ പടി കടന്ന്, മുറ്റവും കടന്ന്, ആ വലിയ ഗേറ്റ് തുറന്ന് അവൾ റോഡിലേക്ക് ഇറങ്ങി. നേരം വെളുക്കുന്നതിന് മുൻപ്, ആരും ഉണരുന്നതിന് മുൻപ് തൻ്റെ പുതിയ ജീവിതം തേടി ആ നരകത്തിൽ നിന്നും അവൾ എന്നേക്കുമായി ഇറങ്ങി നടന്നു. മുകളിലത്തെ മുറിയിലെ ആ ഇരുണ്ട ജനാലകൾക്ക് പിന്നിൽ രാജീവും സുരഭിയും ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു പുലരിയിലേക്ക് തൻ്റെ കാലടികൾ വെക്കുകയായിരുന്നു.